അതായത് എന്തൊക്കെയോ എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ ചിന്ത വന്നായിരുന്നു, എന്തോ എനിക്ക് വരുമല്ലോ, വന്നതിനി എന്താ അറിയില്ല. നമ്മൾ എന്തായാലും നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ വിധിയാണ്. നമ്മുടെ വിധി, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ വിധിയാണ് ഞാൻ 32ാമത്തെ വയസ്സിൽ വിധവയാകണമെന്നും 34ാമത്തെ വയസ്സിൽ ക്യാൻസർ സ്ഥിരീകരിക്കണമെന്നും 15ാമത്തെ വയസ്സിൽ ഈ ഒരു ചെറിയ മുഴ വന്നത് വലുതായതാണ്, ചെറിയ മുഴ കാണണമെന്നും ഒക്കെ എൻ്റെ വിധിയായിട്ട് ഞാൻ കാണുന്നു. ദൈവം നമുക്ക്, പിന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഇതിൻ്റെ വളരെ വലിയൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ അതുപോലെ ദൈവതുല്യമായിട്ട് ഡോക്ടേഴ്സിന്, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഞാൻ സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. അതുപോലെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അതും ഒരു വരുമാനമാണ്. പിന്നെ നമ്മുടെ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാമെന്ന് വെച്ചു. എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു രേണുസുധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന്. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു ഈ പറയുന്ന രേണുവിന്റെ അടവാണ്, അതോടൊപ്പം തന്നെ രേണു നാടകം കളിക്കുകയാണ്, അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേര് കമന്റ് ഇടുകയും പലരും എന്നെ തെറിവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾ കണ്ടു കാണും, മെയിൻ സ്ട്രീമിന്റെ അകത്ത് ഈ പറയുന്ന രേണു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് രേണുവിന്റെ അസുഖ വിവരവും ഒക്കെ കാണിച്ചുകൊണ്ട് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബിഷപ്പ് ഈ പറയുന്ന രേണുസുധിയുടെ വീട്ടിൽ പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബിഷപ്പിനെ വരെ തെറി വിളിച്ചവരുണ്ട് കാര്യമറിയാതെ. അവിടെ രേണുസുധിയെയും ബിഷപ്പിനെയും ചേർത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്. എന്നാൽ ഈ പറയുന്ന രേണുവിന്റെ അസുഖ വിവരവും രേണു കടന്നു പോകുന്ന സാഹചര്യവും മനസ്സിലാക്കിയ അദ്ദേഹം അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്യാമെന്നുള്ള ഒരു കാര്യമൊക്കെ ബിഷപ്പ് അവിടെ പറഞ്ഞിരുന്നു. ബിഷപ്പ് എന്ന് പറയുന്ന നല്ല മനുഷ്യന്റെ നല്ല മനസ്സ് കാണാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ നിരവധി ആൾക്കാരുണ്ട്. ഈ പറയുന്ന രേണുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടും ഈ രേണുവിനെ തെറിവിളിക്കുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, എന്തായാലും രേണു പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ആദ്യം തന്നെ രേണു പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അതായത് എന്തൊക്കെയോ എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ ചിന്ത വന്നായിരുന്നു, എന്തോ എനിക്ക് വരുമല്ലോ, വന്നതിനി എന്താ അറിയില്ല. നമ്മൾ എന്തായാലും നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ വിധിയാണ്. നമ്മുടെ വിധി, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ വിധിയാണ് ഞാൻ 32ാമത്തെ വയസ്സിൽ വിധവയാകണമെന്നും 34ാമത്തെ വയസ്സിൽ ക്യാൻസർ സ്ഥിരീകരിക്കണമെന്നും 15ാമത്തെ വയസ്സിൽ ഈ ഒരു ചെറിയ മുഴ വന്നത് വലുതായതാണ്, ചെറിയ മുഴ കാണണമെന്നും ഒക്കെ എൻ്റെ വിധിയായിട്ട് ഞാൻ കാണുന്നു. ദൈവം നമുക്ക്, പിന്നെ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഇതിൻ്റെ വളരെ വലിയൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ അതുപോലെ ദൈവതുല്യമായിട്ട് ഡോക്ടേഴ്സിന്, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിന് ഞാൻ വിശ്വസിക്കുന്നു. അത് ശരിയാണ്. ദൈവം അറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇത് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ രേണു പറയുന്നത് 15ാമത്തെ വയസ്സിൽ അറിഞ്ഞു എന്ന് പറയുന്ന ഈ ഒരു അസുഖം, അതായത് ബ്രസ്റ്റിൽ മുഴയുണ്ടെന്ന് അന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും രേണു അത് അവഗണിക്കുകയായിരുന്നു. അവഗണിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചെസ്റ്റിൽ നിന്നും അത് വ്യാപിച്ചിരിക്കുകയാണ്, ശ്വാസകോശത്തിലേക്കും അതോടൊപ്പം തന്നെ മസിലുകൾക്കുള്ളിലൂടെയും കശത്തിലേക്കും ഒക്കെ വ്യാപിച്ചിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ രേണു ചികിത്സ തുടങ്ങണം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, രേണു അതിനുവേണ്ടി വന്നതാണെന്നും വരുന്ന വഴിക്ക് രേണുവിന് എയർപോർട്ടിൽ വെച്ച് ഉണ്ടായ ആ ഒരു സങ്കടമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ, പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുന്നു എന്നുള്ള കാര്യമാണ് അറിയാനായിട്ട് സാധിച്ചത്. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും രേണു നടത്തിയിട്ടുണ്ട്. രേണുവിന്റെ മുടി വരെ മുറിച്ചത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. കാരണം ഇനിയും അങ്ങോട്ട് പോകുന്തോറും മുടി പൊഴിഞ്ഞു പോകും. മുടി പൊഴിഞ്ഞു പോകുന്നതിനിപ്പുറം തന്നെ രേണു ഇന്റർവ്യൂവും കൊടുത്ത് ആൾക്കാരോട് കാര്യവിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കി കേട്ടു നോക്കാം. ചേച്ചി, ഇപ്പോൾ ചേച്ചിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, വെറുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോടൊക്കെ ചേച്ചിക്ക് ഈ സമയത്ത് എന്താ പറയാനുള്ളത്? ഇഷ്ടപ്പെടുന്നവരോടത്ത് എനിക്ക് പറയാനുള്ളത്, ഇതറിഞ്ഞിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയത് സത്യം പറഞ്ഞാൽ ജീവിക്കണം, മരിക്കുന്നവരെ നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. ഇത് അറിയിക്കരുതെന്ന് ഓർത്ത് പോയതാണ്. പക്ഷേ എൻ്റെ പോലെ വീട്ടുകാരറിഞ്ഞെന്നെ വീണ്ടും ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോയി. ഇതിപ്പോൾ എന്തായാലും അറിഞ്ഞുപോയി. ഇനിയിപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ല, തുടങ്ങുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കുക. എന്നെ ഇഷ്ടമില്ലാത്തവരടുത്ത് എനിക്കൊന്നും പറയാനില്ല. എന്ത് പറയാനാ, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനൊരു മഹാരോഗം, അല്ലെങ്കിൽ ഇത് വലിയൊരു രോഗം തന്നെയാണ്. ആ രോഗം നമുക്ക് വരുമ്പം പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും ക്രൂശിക്കുന്നവരെയും എനിക്കൊന്നും പറയാനില്ല. അവരുടെ അടുത്തും എനിക്ക് ദേഷ്യമില്ല. കാരണം ഈ സമയത്ത് എനിക്ക് ഒരു ശത്രുക്കളോടും ഒന്നും ഒരു ദേഷ്യമില്ല. എൻ്റെ അസുഖം എങ്ങനെയും കുറയണം എന്നുള്ളൊരൊറ്റ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. കാരണം അറിയാലോ, നിങ്ങൾക്ക് ലൈഫ് അറിയാലോ, മുന്നോട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് എനിക്ക് വിശ്വാസം. സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാണല്ലോ കരിഷ്മയാണല്ലോ എന്നോട് എപ്പോഴും പറയുന്ന ഒറ്റ ധൈര്യമുള്ള വാക്കാണ്, നീ ഇതിനെ അതിജീവിക്കും. രേണു ഇതിനെല്ലാം അതിജീവിക്കും. രേണുവിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രേണു ജീവിക്കും. ഞങ്ങളെ പ്രാർത്ഥനയെല്ലാം ഉണ്ട്. പിന്നെ രേണുവിനെ കുറ്റപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ രേണു കാണിച്ച സോഷ്യൽ മീഡിയയിൽ ചെയ്ത ആ കാര്യങ്ങളാണ് ഈ ആൾക്കാരെടുത്ത് വിമർശിച്ചത്. അല്ലാതെ രേണുവിനോട് ആർക്കും വ്യക്തിപരമായ ഒരു ഇഷ്ടക്കേടുമില്ല.
രേണുവിന്റെ രീതിയിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടും നല്ല രീതിയിൽ എന്താ പറയാ ഷോർട്ട് ഫിലിം അഭിനയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ നാടകങ്ങളോ സിനിമകളോ പാട്ടുപാടിയോ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആരും രേണുവിനെ കളിയാക്കുകയോ അല്ലെങ്കിൽ രേണുവിനെ എന്താ പറയാ ആരും ഇങ്ങനെ വിമർശിക്കുകയോ ചെയ്യില്ലായിരുന്നു. രേണു കാണിച്ച പ്രവൃത്തികളാണ് രേണുവിനെ ആൾക്കാർ വിമർശിക്കാനും രേണുവിനോട് ആൾക്കാർ ഇത്രമാത്രം ദേഷ്യം കാണിക്കാനുമുള്ള സാഹചര്യം. അല്ലാതെ വ്യക്തിപരമായി ആർക്കും രേണുവിനോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു, എൻ്റെ കുടുംബത്തിലും ക്യാൻസർ ബാധിതയായി ഒരാളുണ്ട്. രേണുവിൻ്റെ കൂടെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ഓക്കെ, എന്തായാലും ബാക്കി കിട്ടുമോ? ഇതിനെ അതിജീവിക്കും, നീ മുന്നോട്ട് വരും. ഒരുപാട് പ്രോഗ്രാമുകളും ഒരുപാട് സിനിമയും ഒക്കെ നീ ചെയ്യും, ആൽബങ്ങളും ചെയ്യും. എന്നോട് എപ്പോഴും പറഞ്ഞ ധൈര്യം തരാറുണ്ട്. അതെൻ്റെ വിശ്വാസമാണ്. ഞാൻ ഇതിനെ അതിജീവിച്ച് വരുമായിരിക്കും. ഇല്ല, വരും, വന്നു. ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാം കുറഞ്ഞ എൻ്റെ അതായത് ആരോഗ്യം വീണ്ടെടുത്തിട്ട് മെയിൻ സ്ട്രീം വണ്ടിൻ്റെ മുന്നിൽ തന്നെ ഞാൻ പ്രേക്ഷകരോട് വന്ന് സംസാരിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ചേച്ചി ഇപ്പോൾ കുറേ നാൾ വീട്ടുകാരുടെ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതിപ്പം വീട്ടുകാർ ചോദിച്ചില്ലേ, നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യാറുന്നില്ല എന്ന് ദേഷ്യപ്പെടുകയും? ഈ മുഴ കളഞ്ഞെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. ഇപ്പം അതറിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ദേഷ്യപ്പെട്ടില്ല. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചിക്ക്. അപ്പം ചേച്ചി ചോദിച്ചു, എന്താണ് നീ ഇത് പറയാതിരുന്നത്? ഞാൻ പോലും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പോട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയാതിരുന്നത്. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാൾ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്. ഞാൻ അതിനെ കീഴ്പ്പെടുത്തണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനയും, നീ എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ചോദിക്കും. ഇപ്പോൾ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറേ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. രേണുവിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. തെറി പറഞ്ഞവരായിട്ട്, രേണുവിനെ കളിയാക്കിയവരായിക്കോട്ടെ, രേണുവിനെ വിമർശിച്ചവരായിക്കോട്ടെ, എല്ലാവരും രേണുവിന്റെ അസുഖം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഒരു മനുഷ്യൻ പോലും ഒരാൾക്ക് ഒരു ദ്രോഹം ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ രേണുവിന് വേണ്ടി ഈ നമ്മുടെ കേരളം പ്രാർത്ഥിക്കും. അത് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ രേണു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്നും രേണു പറയുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞല്ലോ, പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും ഉള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി നമുക്ക് എന്തായാലും ഇത് ആവശ്യം വരും, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ഇപ്പോൾ വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും അപ്പം ഒന്നും കൊണ്ട് തരാനില്ല, അതായത് ഇന്നൊന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം സബ്സ്ക്രിപ്ഷൻ വരുമാനമാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതും ഒരു വരുമാനമാണ്. പിന്നെ നമ്മുടെ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് പോകാമെന്ന് വെച്ച് യൂട്യൂബ് ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നു, അതൊരു വരുമാനമാണ് എന്ന് രേണുവിടെ പറയുന്നു. എന്നാൽ രേണു ഈ അസുഖം അറിഞ്ഞിട്ടാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതെന്ന് പറയുന്നു. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് തന്നെയാണ് രേണുവിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കിയത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് ഡാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് രേണു അങ്ങനെയല്ല ചെയ്തത്. രേണു അവിടെ കാണിച്ചത് പല വൃത്തികേടുകളുമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രമാത്രം വെറുക്കാനായിട്ടുണ്ടായ കാരണം. ആ സബ്സ്ക്രിപ്ഷൻ നടത്തേണ്ട രീതിയിൽ രേണു നടത്തിയില്ല, അതിനെ വേറൊരു രീതിയിൽ, തെറ്റായ രീതിയിൽ അതിനെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്രമാത്രം എന്താ പറയുക ജനങ്ങളുടെ ഇഷ്ടക്കേട് ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ രേണു പറയുന്നു, ഇനിയുള്ള കാലം യൂട്യൂബ് നോക്കി നടത്തണം, യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടുന്നത് അതൊക്കെ എനിക്ക് ഇനി നിലനിൽക്കാൻ പറ്റുമെന്നുള്ള രീതി പറയുന്നു. ഇത് മുന്നേ രേണു തുടങ്ങിയിരുന്നെങ്കിൽ രേണുവിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് തന്നെ യൂട്യൂബിലൂടെ രേണുവിൻ്റെതായിട്ടുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എന്താ പറയുക കാര്യങ്ങളും ഒക്കെ യൂട്യൂബിലൂടെ ഇട്ടിരുന്നെങ്കിൽ നല്ല വരുമാനം നേടാൻ സാധിക്കുമായിരുന്നു. ഇവിടെ രേണു ചെയ്ത ഈ ഒരു പ്രവൃത്തിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോയതും ഇത്രമാത്രം ആൾക്കാർ വെറുക്കാനുള്ള കാരണവും. ഇപ്പോൾ രേണു പറയുന്നുണ്ട്, ഇനി ഞാൻ യൂട്യൂബൊക്കെ നോക്കി മുന്നോട്ട് പോകുമെന്ന്. അങ്ങനെ തന്നെ പൊക്കോ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. ഈ പറയുന്ന ജനങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബാക്കി ഇനി മുന്നോട്ടുള്ള പ്ലാൻ എന്തൊക്കെയാണ് ചേച്ചിയുടെ? ട്രീറ്റ്മെന്റ് ചെയ്യണം, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. എന്താ ചേച്ചീനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹവും ചേച്ചി ഇനി ഒരുപാട് നാളെ മെയിൻ സ്ട്രീമിൽ തന്നെ നിന്ന് എപ്പോഴും മുന്നിലെ തന്നെ നിന്ന് നമുക്കൊക്കെ കാണണം. അതിപ്പം നെഗറ്റീവ് ആണെങ്കിൽ പോലും കാണാനും പറയാനും ഒരാളുണ്ട്. എന്നും എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ കാണുന്ന മുഖം ചേച്ചിയുടേതാണ്, ഇൻസ്റ്റാഗ്രാം തുറന്ന ചേച്ചിയാണ്. അപ്പോൾ ഇനിയും അതുപോലെ തന്നെ കാണണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. എല്ലാവരുടെ പ്രാർത്ഥനയും ചേച്ചിയോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ ഒരു കാര്യം ഓർത്ത് ചേച്ചി തളരുകയോ, ഈ ഒരു ശരിക്കും ബോൾഡായിട്ടുള്ള കേള് ചേച്ചിയാണ് എനിക്ക് തോന്നുന്നുണ്ട്. സൈബർ ബുള്ളിങ് ഏറ്റവും എന്നോട് ഒരുപാട് പേര് ചേച്ചി സമ്മതിക്കണം. അപ്പം ഞാൻ കരഞ്ഞ് തളർന്നു കഴിഞ്ഞാൽ എന്നെ മാതൃകയാക്കിയേക്കുന്ന കുറച്ച് പേരുണ്ട്, എന്നെ പോലെ ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ. അവർ ഡൗൺ ആവും. അപ്പോൾ അവർ ഡൗൺ ആവാൻ പാടില്ല. ഞാൻ ഇങ്ങനെ തന്നെ പോകും. ഓക്കെ, അങ്ങനെ രേണുവിന്റെ അസുഖവിവരങ്ങളും അതോടൊപ്പം തന്നെ രേണുവിന്റെ അസുഖത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. പലരും പറഞ്ഞിരുന്നു ഇത് ഫേക്ക് ആണെന്ന്.
എന്തായാലും അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്, അസുഖത്തെ കുറിച്ച് പറയുന്നതും അതോടൊപ്പം തന്നെ ആ ഡീറ്റെയിൽ കാണിക്കുന്നതും. ഇപ്പം മുടിയൊക്കെ കൊഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ല എന്ത് പറ്റിയണം. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിങ്ങൾ എന്നെ വിളിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദൈവം ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞവരുണ്ട്. രേണുസുതിക്ക് അങ്ങനെ വരില്ലേ. എന്നിട്ടും ഈ വ്ളോഗർ ഇത് പുറത്ത് വിട്ടിട്ട് പോലും അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് അവൾ അടവാണ്. കാരണം ഞാനല്ല അത് പുറത്ത് വിട്ടത്, എന്നിട്ട് പോലും അവളുടെ അടവാണ് എന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടുകളുണ്ട്, കുറച്ച് റിപ്പോർട്ടുകളുണ്ട്. ബാക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ ഒന്ന് റിപ്പോർട്ട് കാണിച്ച്, ഇത് പതോളജി റിപ്പോർട്ടാണ്. പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലാതെ. പിന്നെ ഇത് ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാനിത് കാണിക്കാം. ഇത് മാമോഗ്രാമിന്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിന്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്, ബയോപ്സിയിലെ റിസൾട്ടും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ രേണുവിന്റെ ഈ അസുഖം അറിഞ്ഞ സമയം തൊട്ട് തന്നെ എനിക്ക് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമം തന്നെയുണ്ട്. ഞാൻ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് എത്രമാത്രം നമ്മളെ സാമ്പത്തികമായും മാനസികമായും തളർത്തും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. പക്ഷേ ഇനിയും ഈ മീഡിയയിലൂടെ തോന്നിവാസങ്ങളൊന്നും കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ രേണുവിന് ഇനി സപ്പോർട്ട് ഉണ്ടാകും, അത് തീർച്ചയാണ്. ഓക്കെ, എന്തായാലും രേണു ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, കിച്ചു ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല, കിച്ചു ഇത് അറിഞ്ഞിട്ടും ഒന്ന് തിരക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തിരക്കാത്തതിന് കാരണം ചിലപ്പോൾ കിച്ചു നേരിട്ട നെഗറ്റീവ് ഒക്കെ ആയിരിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവൻ നിങ്ങളോട് കോൺടാക്ട് ചെയ്യാതിരുന്നത്. ഇനി കിച്ചു വിളിക്കും, കിച്ചു നിങ്ങളെ നോക്കും, അതിനൊക്കെ ഒരു തർക്കവുമില്ല. കിച്ചു നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കാരണം അവൻ കൊല്ലം സുധിയുടെ മകനാണ്, അവന് എന്താ പറയുക, സ്നേഹിക്കാൻ അറിയാം, അവനത് ചെയ്യും. കേട്ടോ. അപ്പൊ അതിനെ ഓർത്ത് രേണു വിഷമിക്കേണ്ട. ഇവിടെ രേണു പല കാര്യങ്ങളും പറയുന്നുണ്ട്, അസുഖത്തെക്കുറിച്ച് വ്യക്തമായിട്ട് രേണു പറയുന്നുണ്ട്, എവിടെ നിന്ന് എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. അതോടെ ഒന്ന് കേട്ടു നോക്കി. പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും, എന്താണെന്ന് അറിയേണ്ടത്, എന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണ് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചത്. ഈ കഴിഞ്ഞ ദിവസം, ഈ 2 ആഴ്ചക്ക് മുന്നെയാണ് സ്ഥിരീകരിച്ചത്. അപ്പോൾ എപ്പോഴാണ് ഇത് സത്യമാണെന്നുള്ള വീട്ടുകാരോടും അമ്മേനോടും അച്ഛനോടും? അത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന സമയത്താണ് ഇത് സ്ഥിരീകരിച്ചത്. ഇത് കൺഫേം ആയത്, അവർക്ക് ഇത് കൺഫേം ആയത്. അപ്പോഴാണ് ഞാൻ ഓടി പോകുന്നത്. പെട്ടെന്ന് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇന്നലെ തന്നെ വന്നു. അപ്പം ഇതിൻ്റെ സ്ഥിതിഗതികളൊക്കെ ഡോക്ടർ പറഞ്ഞു കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് ആക്സിലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി, അതുപോലെ ചെസ്റ്റ് ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നിരുന്നത്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കീമോ എന്താണെന്ന്. ഇപ്പോൾ രേണു കടന്നു പോകുന്ന സ്റ്റേജ് 3 കഴിഞ്ഞു, 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, രേണുവിടെ 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നില്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആയിരുന്നുവെങ്കിൽ ആ ചെസ്റ്റിൽ നിന്ന് മുഴ എടുത്ത് കളയാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ചുകൂടെ വ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ കുടുംബത്തിൽ ഒരു എന്താ പറയുക, ഒരു അത്താണിയാണ് രേണു. അത് മാത്രമല്ല, ഒരു കൊച്ചു പയ്യനുണ്ട്, റിതപ്പൻ. അവൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അവൻ വലിയ സങ്കടത്തിൽ തന്നെയാണ്. കാരണം ബിഷപ്പിന്റെ കൂടെ നിന്നുള്ള ആ ഒരു ഫോട്ടോയിൽ തന്നെ നമുക്കിത് മനസ്സിലാകാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ, ചികിത്സ തുടര്. ഡോക്ടർമാര് രേണുവിനെ നല്ല രീതിയിൽ തന്നെ ചികിത്സിക്കും, ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ളതും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. എന്തായാലും രേണു പോയി, രേണുവിന്റെ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു. അത് വീഡിയോയുടെ നിങ്ങൾ കണ്ടു നോക്കുക. പുതിയ ഒരു ലുക്കാണ് ഇപ്പോൾ രേണുവിനുള്ളത്. ഇനി മുടിയൊക്കെ പൊഴിഞ്ഞു കഴിഞ്ഞ് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുന്നതിനെക്കാട്ടിലും നല്ലത് സത്യം എന്താണെന്നുള്ളത് പറയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് രേണു ഇത് പുറത്തു പറഞ്ഞത്. എന്തായാലും രേണു പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. ഇനിയും ജനങ്ങളെ എന്താ പറയുക, നല്ല നല്ല വീഡിയോകൾ ചെയ്ത് ജനങ്ങളെ സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ സന്തോഷം അതിലൂടെ ജനങ്ങളിൽ എത്തിക്കുക. ഓക്കെ, അല്ലാതെ മറ്റേ എന്താ പറയുക, വൃത്തികേടുകളൊന്നും ഇനിയും കാണിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളെ വെറുക്കും. അത് ഒരിക്കലും ചെയ്യരുത്. ജനങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കും, ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, ഞങ്ങളെ പോലെയുള്ള യൂട്യൂബർമാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. കാരണം ഇതുവരെ നിങ്ങളെ വിമർശിച്ചത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ബിഷപ്പ് പോയി ഈ രേണുവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് പോലും ബിഷപ്പിനെ ചേർത്തും രേണുവിനെ ചേർത്തും അവഖ്യാദികൾ പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരുണ്ട്. ബിഷപ്പ് രേണുവിന്റെ കൂടെയും ആ കുഞ്ഞിന്റെ കൂടെ നിന്നുള്ള ഫോട്ടോ എടുത്തപ്പോൾ പോലും ആ കുഞ്ഞ് ബിഷപ്പിന്റെ ആണോ എന്ന് വരെ കമന്റ് ഇട്ട തെണ്ടികളുമുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്കാരം നമ്മുടെ വീഡിയോ കാണുന്നവരികെല്ലാം